പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ ആകെ പെട്ടിരിക്കുക കേട്ടോ. അനാമിക കേസിലിട്ട് തോക്കുകയും ചെയ്ത് കയ്യിലോട്ട് കിട്ടാമെന്ന് വിചാരിച്ച് കോടിയിലോട്ട് കയ്യിൽ വന്നതുമില്ല. അങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അനാമിക ആണെങ്കിൽ ശരി എന്നാൽ ഇനിയിപ്പം സ്റ്റെഫിനെ ഒന്ന് കാണാമെന്നും പറഞ്ഞിട്ടാണെങ്കിൽ സ്റ്റെഫിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ആ പാർക്കിലോട്ടൊന്ന് വാ, എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനാമിക ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ, പാർക്കിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അനാമിക അങ്ങോട്ട് വരുന്നത് കണ്ടിട്ടാണെങ്കിൽ ഇപ്പം അനാമികയുടെ കാമുകൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓഹോ ഒരുങ്ങി കെട്ടി അവൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടെ. എന്താ അവൾ ആഗ്രഹമൊക്കെ ആയിരുന്നു, കുറേ പൈസയൊക്കെ അവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ടൊക്കെ പോയി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വപ്നമായിരുന്നല്ലോ അവൾക്ക്. ആ ഒരു സ്വപ്നത്തിൽ ഞാനും കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടുപോയി. കുറേ അവളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അടിച്ച് മാറ്റി വിദേശത്തൊക്കെ പോയി താമസിക്കാമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കും. ഇപ്പോൾ ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവളെ ആരെ സ്നേഹിക്കാൻ, ഇവൾ കുറേ ആണുങ്ങളെ ഇവൾ ഇങ്ങനെ സ്നേഹിച്ച് ചതിച്ചല്ലേ. അപ്പോൾ പിന്നെ ഇവളെ ആരെങ്കിലും സ്നേഹിക്കുമോ? പൈസ കണ്ടിട്ടാണ് ഞാനും ഇവളെ ഇങ്ങനെ സ്നേഹിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും കേട്ടോ. ആ സമയത്ത് അനാമിക അങ്ങോട്ട് ചെന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റി, നിനക്ക് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ നിന്നെ ഇവിടെ വിളിച്ച് വരുത്തത് നിനക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കാമുകൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലടി, നീ ഭയങ്കര സ്വപ്നം കാണലൊക്കെ ആയിരുന്നല്ലോ, നീ അനന്തപുരിക്കാരിൽ നിന്ന് കുറേ പൈസകൾ മേടിക്കും, കോടികളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വപ്നം കാണലും സ്വപ്നം പറച്ചിലൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അനിയുടെ മുഖത്ത് എങ്ങനെ നോക്കും, എന്നെ എങ്ങനെയെങ്കിലും പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്, ഇനി ഞാൻ അവൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്നത്, എല്ലാം കാരണം നീ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമികയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ ചെയ്തത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയൊക്കെ അല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്താണെങ്കിൽ സ്റ്റെഫിൻ പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും നിനക്ക് അവരെ കുറേ പണം വേണമായിരുന്നു, പിന്നെ നിനക്കൊരു ആണായിട്ട് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത്രമാത്രമല്ലേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുറേ ആണുങ്ങളെ പറക്കൊക്കെ നടക്കുന്നവളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനാമിക പറയുന്നുണ്ടോ, നീ ഇപ്പോൾ എന്നെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി പല കാരണങ്ങൾ കണ്ടെത്തുകയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്, അങ്ങനെ കാരണങ്ങൾ കണ്ടെത്തുമല്ലോ, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്കും മോശമല്ലേ, അപ്പം നിന്നെ കണക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഏതെങ്കിലും ഒരു ആണ് തുണിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേസിൻ്റെ സമയത്ത് തന്നെ നിന്നെക്കുറിച്ച് ഒരുപാട് മോശമായിട്ടൊക്കെ ആണല്ലോ കോടതിയിലൊക്കെ ഇങ്ങനെ വക്കീൽ പറഞ്ഞത്, നീ നിനക്ക് പാർട്ടിയിലൊക്കെ പോയിട്ടാണെങ്കിൽ ഡ്രിങ്ക്സും ഡ്രഗ്സും ഒക്കെ കഴിക്കുന്ന ഒരു പെണ്ണാണെന്നൊക്കെയാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് പേരെ നിന്നൊക്കെ ഇങ്ങനെ പറ്റിച്ചും പൈസ മേടിച്ച് പറ്റിച്ചും തട്ടിച്ചൊക്കെ നടക്കുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് എന്തായാലും ഒരു പെണ്ണിനെ കെട്ടി എൻ്റെ കുടുംബത്തോട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റെഫിൻ പറയുന്നുണ്ട്. നമ്മൾ അനാമിക ചോദിക്കുന്നുണ്ട്, അപ്പം നീയും അത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ, നീയും ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ പിറക്കെയൊക്കെ നീ നടന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹിച്ചൊക്കെ നീ നടന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സ്റ്റെഫിൻ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ കണക്ക് എന്തായാലും അത്രയ്ക്കും മോശമായിട്ടൊന്നും ഞാൻ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്ക് തർക്കമൊക്കെ ഉണ്ടായി, രണ്ടും അടികൂടിയൊക്കെ തെറ്റി പിരിയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ അനാമിക അങ്ങ് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ വേണോടെ ഇരുന്നിട്ട് നമ്മൾ അനാമിക അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ പറ്റിയത്, നീ പോയ കണക്കല്ലല്ലോ നീ തിരിച്ച് വരുന്നത്, നിനക്ക് ആ ഒരു സന്തോഷം നിൻ്റെ മുഖത്തില്ലല്ലോ എന്ന് പറയുമ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട്, അത് അച്ഛാ ആ സ്റ്റെഫിൻ ഉണ്ടല്ലോ, അവൻ എന്നെ വേണ്ടാന്നാണ് തോന്നുന്നത്, അവൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ അവന് ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു, അവൻ ഒരുപാട് മോശമായ രീതിയിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വേണു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനും നിൻ്റെ പിറക്കെ നിന്നെ പോലെ പണം മോഹിച്ച് നടക്കുന്ന ഒരുത്തനായിരിക്കും, പണം കൈ കിട്ടിക്കഴിയുമ്പോൾ നിന്നെ ഒഴിവാക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛനും കൂടെ അവൻ്റെ കൂടെ നിന്നിട്ട് എന്നെ കളിയാക്കുവാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ വേണു പറയുന്നുണ്ട്, ഇല്ല മോളെ ഞാൻ അങ്ങനെ നിന്നെ കളിയാക്കി പറഞ്ഞൊന്നുമല്ല, നിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇനിയെങ്കിലും ഒരു ജീവിതം സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നീ ഒരു തെറ്റും കൂടാതെ വേണം, നല്ലത് പോലെ ആലോചിച്ചിട്ട് വേണം നീ അത് സെലക്ട് ചെയ്തെടുക്കാനെന്നൊക്കെ അച്ഛൻ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട്, ഇപ്പോൾ അനിയായിട്ടുള്ള ജീവിതം പോയി ഇവനും കൈവിട്ട് പോയെന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ വേണു പറയുന്നുണ്ട്, നമ്മളും പിന്നെ അനിയെ തിരക്കി പോയത് പണത്തിന് വേണ്ടിയാണ്, നമ്മളും അനിയെ തിരക്കി പോയത്, ഇപ്പം അവനാണെങ്കിലും സ്റ്റെഫിനാണെങ്കിലും നിന്നെ പണത്തിന് വേണ്ടിയാണ് അവന് നിൻ്റെ അടുത്തോട്ട് വന്നത്, ഇപ്പം നമുക്ക് ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തതിന് തിരിച്ച് നമുക്ക് ഒരു തിരിച്ചടി കിട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.